ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോയുടെ ശക്തമായ ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇന്ന് നിന്നെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഈശോ പറയുക, നീ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിൽ ഈശോ പറയുക, നീ ജീവിതത്തിൽ തോറ്റ വ്യക്തിയായിട്ടുള്ള, നിൻ്റെ ജീവിതം നശിച്ചു പോയെന്നല്ല പറയുക. ഈശോ പറയുക, നീ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യം ചെന്ന വ്യക്തിയാ. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുക, നീ ചിരിക്കും. നിൻ്റെ എല്ലാ സങ്കടങ്ങളും അത് കൂട്ടിവെച്ചേ, ജീവിത മേഖലകളെല്ലാം ഒന്ന് കൂട്ടിവെച്ചേ. എന്നിട്ട് ഈ വചനം നിന്നോട് തന്നെ ഒന്ന് പറഞ്ഞേ, നീ ഭാഗ്യം ചെന്ന വ്യക്തിയാ, നീ ചിരിക്കും. ചിരിക്കും എന്ന് പറഞ്ഞാൽ നീ സന്തോഷം അനുഭവിക്കും. ആത്മാർത്ഥമായിട്ട് നിൻ്റെ ഉള്ളു നിറയും. നിൻ്റെ സങ്കടങ്ങളെല്ലാം പാറിപ്പറന്നു പോകും. ഈശോയെ ഗ്യാരണ്ടി നൽകാം. അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സ് ഭാരപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ജീവിതത്തിൽ പതറിപ്പോകേണ്ട കാര്യമുണ്ടോ? ഈ ഈശോയിലേക്ക് അങ്ങ് ആശ്രയിച്ചാൽ പോലെ വിട്ടുകൊടുക്കുക. സർവ്വതും കർത്താവിലേക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ഈശോയുടെ സാന്നിധ്യത്തിൽ ചിരിക്കുവാൻ ഇടവരും, ആനന്ദിക്കാൻ ഇടവരും എന്നുള്ളൊരു ബോധ്യം ഈ വ്യക്തിക്ക് നൽകണം. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം.